ഇന്ന് നമുക്കിവിടെ ഒരു അടിപൊളി ടേസ്റ്റോട് കൂടിയുള്ള പാൽ ഉപ്പുമാവ് ഉണ്ടാക്കാം. അതിനു വേണ്ടി ഞാൻ 1 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ റവയെ ഒന്ന് വറുത്തെടുക്കണം. റവ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ലേശം കടുകൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. കടുക് പൊട്ടുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു സവോള, വറ്റൽമുളക്, കറിവേപ്പില, ഇഞ്ചി ഇതെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ആവശ്യത്തിന് സോൾട്ട് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന റവയെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഉള്ളിയും ഇഞ്ചിയും എല്ലാം ആയിട്ടൊന്ന് നമ്മുടെ റവ നല്ലതുപോലെ ഒന്ന് മിക്സായി വരട്ടെ. ഇനി ഇതിൽ ഞാൻ 1 ടേബിൾ സ്പൂൺ ഷുഗറൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇതിന് ഞാൻ വെള്ളമേ ചേർക്കുന്നില്ല, ചൂട് പാലാണ് ചേർക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് പാൽ ഉപ്പുമാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ഇത് നല്ലതുപോലെ ഫ്ലെയിം ഞാനങ്ങ് ഓഫ് ചെയ്യാണ്. ഗ്യാസ് കുക്കറാണെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ട, വളരെ ലോയിൽ ഇട്ടിരുന്നാൽ മതി. ഇതിപ്പോൾ ഞാൻ ഇലക്ട്രിക് കുക്കർ ആയതുകൊണ്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിരിക്കുകയാണ്, കാരണം അതിൽ ചൂട് നിൽക്കും. ഇനി ഇത് നമുക്കൊന്ന് നോക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഞാൻ കുറച്ച് ഗീ എടുത്തിട്ടുണ്ട്, ലേശമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതിലേക്ക് കുറച്ച് മുന്തിരിയും കാഷ്യൂ നട്ട്സും ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നല്ലതുപോലെ റെഡിയായി വരുന്നുണ്ട്. ഉപ്പുമാവിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മുന്തിരിയും അണ്ടിപ്പരിപ്പും എല്ലാം ഉപ്പുമാവിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റി കാണിച്ചു തരാം. അടിപൊളി ടേസ്റ്റിൽ പാൽ ഉപ്പുമാവ് റെഡിയായി. ഇത് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായിട്ട് ഞാൻ ഉടനെ എത്തുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.